2023-24 വർഷത്തിൽ കേരളത്തിൽ ആനകളും പാപ്പാന്മാരുമായി ബന്ധപ്പെട്ട നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട വാർത്തകൾ ഒറ്റനോട്ടത്തിൽ നോക്കാം. 2023-24 വർഷത്തിൽ ആനകളിടയുന്ന സംഭവത്തിൽ ആദ്യം റിപ്പോർട്ട് ചെയ്തത് പുത്തൃക്കോവിൽ പാർത്ഥസാരഥി എന്ന ആന ഇടഞ്ഞതായിരുന്നു. 2023 ഡിസംബർ മാസം 15-ാം തീയതിയാണ് തൃശൂർ തൃപ്രയാറിൽ പാർത്ഥസാരഥി ഇടഞ്ഞത്. ഇടഞ്ഞ ആന ഒരു കാറും 3 ടെമ്പോ ട്രാവലറും തകർത്തു. വൈകിട്ട് 4 മണിയോടെയാണ് ഈ സംഭവം നടന്നത്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ശീവേലി എഴുന്നള്ളിപ്പിനായി കൊണ്ടുവന്നതായിരുന്നു പാർത്ഥസാരഥിയെ. ലോറിയിൽ നിന്നും ആനയെ ഇറക്കുന്ന സമയത്താണ് ആന ഇടഞ്ഞത്. ഈ സമയത്ത് അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിച്ച ടെമ്പോ ട്രാവലറുകൾ അവിടെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ഈ വാഹനങ്ങളെയാണ് ആന ആക്രമിച്ചത്. കൂടാതെ വഴിയോര കച്ചവടത്തിനായി താൽക്കാലികമായി നിർമ്മിച്ച ഒരു കടയും ആന തകർത്തു. മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തിയ ആന വൻ നാശനഷ്ടമാണ് അവിടെ വരുത്തിവെച്ചത്. ആനയെ തളയ്ക്കുവാൻ പഠിച്ച പണി 18 നോക്കിയിട്ടും പാർത്ഥസാരഥി പിടികൊടുത്തിരുന്നില്ല. പിന്നീട് എലിഫന്റ് സ്ക്വാഡ് എത്തി ഏറെ നേരം പണിപ്പെട്ടാണ് ആനയെ തളച്ചത്. പത്തിൽ കൂടുതൽ ആനകളെ നഷ്ടമായ 2023-24 വർഷത്തിൽ അപ്രതീക്ഷിതമായി നഷ്ടമായ ഒരു ആനയാണ് മംഗലാം കുന്നയ്യപ്പൻ. കേരളത്തിലെ തെക്കും വടക്കുമുള്ള ആനപ്രേമികൾ ഒന്നുപോലെ ഇഷ്ടപ്പെടുന്ന അയ്യപ്പന്റെ വിയോഗം ആനപ്രേമികൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. അയ്യപ്പൻ ചെരിഞ്ഞ ശേഷം അവന്റെ മരണവുമായി ബന്ധപ്പെട്ട് മംഗലാം കുന്ന് തറവാടിൽ ആനകളെ വളർത്തുന്നതിനെ പറ്റിയും അവന്റെ പാപ്പാന്മാരെ പറ്റിയും വിവാദങ്ങൾ ഉയർന്നിരുന്നു. ആനകൾ തമ്മിൽ കൊമ്പ് കോർക്കുന്ന ഭീകരമായൊരു സംഭവം നടന്നത് ആറാട്ടുപുഴയിലാണ്. ഗുരുവായൂർ ദേവസ്വം രവികൃഷ്ണൻ എന്ന ആനയും പുതുപ്പള്ളി അർജുനൻ എന്ന ആനയും തമ്മിൽ നടന്ന കൊമ്പ് കോർക്കൽ ഏവരും ഞെട്ടലോടെ കണ്ടതാണ്. ആദ്യം പാപ്പാനോട് പ്രകോപനം കാണിച്ച രവികൃഷ്ണൻ പിന്നീട് തൊട്ടടുത്ത് തിടമ്പേറ്റി നിൽക്കുകയായിരുന്ന പുതുപ്പള്ളി അർജുനന്റെ നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ആദ്യമൊക്കെ രണ്ടുപേരും ഒപ്പത്തിനൊപ്പം കൊമ്പ് കോർത്തെങ്കിലും രവികൃഷ്ണന്റെ ആക്രമണത്തെ തടുക്കാൻ കഴിയാതെ ഒടുവിൽ പുതുപ്പള്ളി അർജുനൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾ അവിടെ തീർന്നില്ല. പേടിച്ചോടിയ അർജുനനെ പിന്തുടർന്ന രവികൃഷ്ണൻ കിലോമീറ്ററോളം ദൂരത്തിൽ അർജുനനെ പിന്തുടർന്ന് കുത്തി. ഈ വഴിയിലൊക്കെ നിരവധി മനുഷ്യരുണ്ടായിരുന്നെങ്കിലും അവരെ ആരെയും ഉപദ്രവിക്കുവാൻ രവികൃഷ്ണൻ തയ്യാറായില്ല. ഒരു സമയത്ത് 23 പേരെ കൊന്ന് കേരളത്തെയും തമിഴ്നാടിനെയും കർണാടകയെയും വിറപ്പിച്ച കൊലയാളി ആനയായിരുന്ന മുതുമലമൂർത്തി എന്ന മോഴയാന കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിൽ ചെരിഞ്ഞു. തമിഴ്നാട്ടിലെ തേപ്പക്കാട്ടിൽ വച്ചാണ് മുതുമലമൂർത്തി എന്ന മോഴയാന ചെരിയുന്നത്. 26 വർഷം മുൻപാണ് കേരള സർക്കാർ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ട മുതുമലമൂർത്തി എന്ന മോഴയാനയെ തമിഴ്നാട് വനംവകുപ്പ് പിടികൂടി ചട്ടം പഠിപ്പിച്ച് മെരുക്കിയെടുത്തത്. രവികൃഷ്ണനും പുതുപ്പള്ളി അർജുനനും കൊമ്പ് കോർത്തതിന് പിന്നാലെ ആറാട്ടുപുഴ പൂരത്തിനിടയിൽ ഭാരതി ബാലനാരായണൻ എന്ന ആനയും ഇടഞ്ഞു. ഇടഞ്ഞ ബാലനാരായണനെ തളയ്ക്കുവാൻ പാപ്പാന്മാർ ഏറെ പണിപ്പെട്ടു. പുലർച്ചെയോടെ ക്ഷേത്ര ചടങ്ങുകൾക്കിടയിൽ ഇടഞ്ഞ ബാലനാരായണൻ മണിക്കൂറുകളോളം പ്രദേശത്ത് ഭീതി പരത്തി.
പിന്നീട് പാപ്പാന്മാരും എലിഫന്റ് സ്ക്വാഡ് അംഗങ്ങളും ചേർന്ന് ഇടഞ്ഞ ആനയെ ലോറിയിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. മെയ് മാസത്തിലാണ് കീച്ചൻ പറമ്പിൽ ശേഖരൻ എന്ന ആന ചെരിയുന്നത്. ചെരിയുന്ന സമയത്ത് 62 വയസ്സുണ്ടായിരുന്ന ശേഖരൻ ഒരു കാലത്ത് അക്രമ സ്വഭാവം കൊണ്ട് ഏറെ കുപ്രസിദ്ധി നേടിയ ആനയായിരുന്നു. 1962 കോന്നി ആനക്കൂട്ടിൽ നിന്നുമാണ് ശേഖരനെ കീച്ചൻ പറമ്പുകാർ സ്വന്തമാക്കുന്നത്. ഉടമയെ കൊന്ന ആന എന്ന പേരിൽ ഏറെ കുപ്രസിദ്ധി നേടിയ ശേഖരന് കോട്ടയം ജില്ലയ്ക്കുള്ളിൽ പ്രവേശിക്കുന്നതിന് വിലക്കുണ്ടായിരുന്നു. എന്നാൽ ഷിയാസ് എന്ന ആനപ്പാപ്പാൻ ശേഖരനെ സ്വന്തമാക്കിയതോടെ ശേഖരൻ മിടുക്കനായ നല്ലൊരു ആനയായി മാറി. 2023 നഷ്ടങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് കീച്ചന്റെ വിയോഗം. കഴിഞ്ഞ വർഷം ഉത്സവ സീസണുകളുടെ ആദ്യത്തിൽ വിയൂർ വിഷ്ണു ക്ഷേത്രത്തിൽ ആറാട്ടിനായി എത്തിച്ച പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആന ഇടഞ്ഞിരുന്നു. രാത്രി 12 മണിയോടെയാണ് ശ്രീകുട്ടൻ ഇടഞ്ഞത്. ആറാട്ട് കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങുന്നതിനിടയിലാണ് ആന ഇടഞ്ഞത്. ഇടഞ്ഞ ആനയെ നിയന്ത്രിക്കാൻ ശ്രമിച്ച പാപ്പാൻ വൈക്കം സ്വദേശി സുമേഷിന് പരിക്കേറ്റിരുന്നു. ക്ഷേത്രത്തിലെ ഭണ്ഡാരവും തൂണുകളും തകർത്ത ആനയെ രാത്രിയോടെ തന്നെ തളച്ചു. 7 മണിക്കൂറുകളോളം ശ്രമിച്ച ശേഷമാണ് ആനയെ തളയ്ക്കുവാൻ സാധിച്ചത്. വൈക്കം ടി.വി.പുരം ശ്രീരാമക്ഷേത്രത്തിൽ ഇടഞ്ഞാന രണ്ടാം പാപ്പനെ ചവിട്ടിക്കൊന്നത് ഈ വർഷം ഏപ്രിൽ മാസത്തിലായിരുന്നു. തിടമ്പേറ്റിയതിന് പിന്നാലെ പ്രകോപിതയായ തോട്ടയ്ക്കാട് കുഞ്ഞിലക്ഷ്മി എന്ന ആനയാണ് 25 വയസ്സ് മാത്രം പ്രായമുള്ള രണ്ടാം പാപ്പാനെ ചവിട്ടി കൊലപ്പെടുത്തിയത്. ഡിസംബർ 17 എറണാകുളം പനമ്പൂക്കാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് കൊണ്ടുവന്ന ആദികേശവൻ എന്ന ആന ഇടഞ്ഞിരുന്നു. പുറത്തിരുന്നവരെ നിലത്തേക്ക് കുടഞ്ഞിട്ട ആനയുടെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആനയെ അന്ന് തളയ്ക്കാൻ സാധിച്ചത്. രണ്ടായിരത്തി 23-24 വർഷങ്ങളിലെ നഷ്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കോടനാട് നീലകണ്ഠൻ എന്ന ആനയുടെ വിയോഗം. കേരളത്തിലെ ആനപ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കണ്ടിരുന്ന ആനയായിരുന്നു നീലകണ്ഠൻ. കേരള വനംവകുപ്പിന്റെ കീഴിലുള്ള കുങ്കി ആനകളിൽ പ്രമുഖനായിരുന്ന കോടനാട് നീലകണ്ഠന് മുതുമലയിൽ നിന്നുമാണ് കുങ്കി പരിശീലനം ലഭിച്ചത്.
വയനാട് സുൽത്താൻ ബത്തേരി വിറപ്പിച്ച വടക്കനാട് കൊമ്പൻ എന്ന ആനയെ പിടികൂടുന്ന ദൗത്യത്തിൽ പ്രധാനിയായിരുന്നു.